നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ തുടങ്ങുമ്പം നമ്മൾ എന്തിനും ഏതിനും പോയി ദൈവത്തോട് പ്രാർത്ഥിക്കും, ശരിയല്ലേ? ഫോർ എവറിത്തിങ് ആൻഡ് എനിത്തിങ് വി റൺ ടു ഗോഡ് ഇൻ പ്രേ. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം, വി റൺ ടു ഗോഡ് ഓൺലി ഇൻ എമർജൻസീസ്. എന്താണ്? അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇപ്പം പ്രാർത്ഥിക്കാറുള്ളൂ. ആലോചിച്ച് നമ്മളൊക്കെ തുടങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാ കാര്യത്തിനും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴോ? ആലോചിച്ച് എമർജൻസി വരുമ്പം മാത്രം, പിള്ളേരുടെ പരീക്ഷ വരുമ്പോൾ എന്തായി? ഭയങ്കര പ്രാർത്ഥന. കാരണം എമർജൻസിയാണ്. അസുഖം വരുമ്പോൾ ഭയങ്കര പ്രാർത്ഥന, എമർജൻസിയാണ്, അല്ലേ? പക്ഷേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അന്നേക്കുള്ള ആഹാരം തരണമേ. അതിൻ്റെ അർത്ഥം എവ്രി ഡേ, ഈവൻ ഫോർ യുവർ ഫുഡ് യു നീഡ് ടു പ്രേ. ഇന്നത്തെ ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയാമോ? നമ്മൾ അന്നന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ആലോചിച്ച് അതിലേറ്റവും സങ്കടം നമ്മുടെ കുട്ടികളാണ്. കുട്ടികൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ അപ്പം മേടിച്ചു കൊടുത്തിരിക്കും, ശരിയല്ലേ? അവരെന്ത് ചോദിക്കുന്നോ നിങ്ങളുടെ പൈസ ഉള്ളതുകൊണ്ട് അപ്പം മേടിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാം? ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് മേടിക്കാൻ പഠിക്കുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ എന്ത് ചോദിച്ചാലും വീട്ടുകാർക്ക് വാങ്ങിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല. അവരോടും പറയുന്നൊരു വാക്കുണ്ട്, പ്രാർത്ഥിക്ക്, ഓൻ പ്രാർത്ഥിക്കും. അവരുടെ ഇല്ല പൈസ, അവരുള്ളതാ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, മോനെ ദൈവം തരും. ജോമെട്രി ബോക്സ് വേണം, പ്രാർത്ഥിക്ക്. ഇന്നത്തെ നമ്മുടെ എത്ര കുട്ടികൾ, ഭർത്താവേ എനിക്കൊരു ജോമെട്രി ബോക്സ് തരണമേ എന്ന് പ്രാർത്ഥിച്ച് മേടിച്ച കുട്ടികൾ വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ മാതാപിതാക്കളോട് ഒരു വാക്ക് പറയാം. നിങ്ങൾക്ക് പണമുണ്ടെന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് അവർ ചോദിക്കുന്നത് മേടിച്ചു കൊടുക്കരുത്. എന്ത് വിഷയം അവർ വന്ന് പറഞ്ഞാലും മക്കളെ പ്രാർത്ഥിക്കുക എന്ന് അവരൊന്ന് പ്രാർത്ഥിക്കുന്ന ശീലം അവരിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ മേടിച്ചു കൊടുത്തോ, കുഴപ്പമില്ല. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ലഭിച്ചതാണ് എന്ന് സാക്ഷ്യം പറയത്തക്ക വണ്ണമുള്ള എന്തൊക്കെ കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ബിക്കോസ് യു ഹാവ് മണി, ഡോണ്ട് ബൈ എവറിത്തിങ്, ആസ്ക് ഗോഡ്, അല്ലേ, ആൻഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ഹിം. അപ്പം നമുക്കൊരു നന്ദി കാണും. ഓ, എൻ്റെ ദൈവം തന്നതാണ്, എൻ്റെ ദൈവം തന്നതാണ്, അല്ലേ? ഇന്നത്തെ പ്രശ്നം, നമുക്ക് മോനൊരു പെണ്ണിനെ വേണം, മോക്കൊരു ചെറുക്കനെ വേണം. ആരാ കൊണ്ടു തന്നത്? എം ഫോർ മാരി. പ്രാർത്ഥിച്ച് എൻ്റെ മോക്കൊരു പയ്യനെ കിട്ടി, എൻ്റെ മോനൊരു നല്ല പെങ്കൊച്ചിനെ, ദൈവഭയമുള്ള പെങ്കൊച്ചിനെ പ്രാർത്ഥിച്ച്, എൻ്റെ എത്രയോ നാളുകളായി വിഷയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് എനിക്കൊരു നല്ല മരുമോളെ കിട്ടി. വെള്ളം തരാത്ത മരുമോളെ എന്തുകൊണ്ടാണ് ദൈവം തന്നതെന്നറിയാമോ? ദൈവം അല്ല തന്നത്, എം ഫോർ മാരിയാണ് തന്നത്. തമാശ പറഞ്ഞല്ല പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ പ്രശ്നം എവ്രിതിങ് ഇൻ അവർ ഫിംഗർ ടിപ്സ്, അല്ലേ? നമ്മുടെ വിരൽത്തുമ്പുകളിലാണ് എല്ലാം ഇരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലായിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റി? പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയ കുറച്ച് ഉദാഹരണങ്ങൾ ചേർത്ത് പറയുന്നതേ ഉള്ളൂ.